ചെന്നൈ IITയുടെ ഡയറക്ടറാണ് വി കാമകോടി. മോദി ഭരണകാലത്തെ മാറുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രതീകമാണ് കാമകോടി. ഗോമൂത്രം മികച്ച ഔഷധമാണ് എന്നതാണ് കാമകോടിയുടെ കണ്ടെത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാമകോടിയെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ആയി വാഴിച്ചാലും ഒട്ടും അത്ഭുതപ്പെടാനില്ല. अनुभव अपने अनुभवों को आप तक भेजने का प्रयास करता हूं और मैं पुनः आप सबसे आग्रह करता हूं अपना स्वयं ये आज दिखा करके कि मैं भी पीता हूं। आप लोग मन में संकोच मत करिए। मुझे तो अब इतना तक विश्वास पूरा हो गया है कि केवल और केवल गाय गोमूत्र गोधन अर्क या गोमूत्र का सेवन करके कोरोना जैसी महामारी पर नियंत्रण पाया जा सकता है। जय गो माता की जय गो माता की गौ माता की जय गौ माता की जय गौ माता की जय। चाहे अमेरिका के राष्ट्रपति हो या इंग्लैंड के हो, चाहे पूरे विश्व के राष्ट्राध्यक्ष प्रधानमंत्री, और सबको कहता हूं कि आप आगे बढ़े, गोमूत्र का सेवन करें, गोबर लेपन करें। ഒരിടത്ത് ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പനി വന്നു. ഡോക്ടറെ വിളിച്ചില്ല. കാലിത്തൊഴുത്തിൽ പോയി ഗോമൂത്രം കുടിച്ചു. 15 മിനിറ്റിനുള്ളിൽ പനി പോയി. IITയുടെ ഡയറക്ടർ കാമകോടിയുടെ ഒരു കണ്ടെത്തലുണ്ട്. എന്താണ്? ഗോമൂത്രം കഴിച്ച രോഗം മുഴുവൻ പോവും. നമ്മുടെ ഡോക്ടർമാരെല്ലാം ഇനി പൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇനി ആൾക്കാർക്ക് പനി വരുമ്പോൾ അത് IIT ഡയറക്ടറാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സാരഥി പറയുകയാണ് ഗോമൂത്രം കഴിച്ചാൽ മതി, നിങ്ങളുടെ രോഗമെല്ലാം പോകും. വേറെ ആരെങ്കിലുമാണ് പറഞ്ഞെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിസ്മരിക്കാം. പക്ഷെ എനിക്ക് അത്ഭുതമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അത്രയൊന്നും ഇല്ലല്ലോ IIT ഡയറക്ടർ എന്ന് പറയുന്നത്. ഞാൻ നോൺ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ ജന്മം എടുത്ത ഒരാളാണെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. पहले जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है। माँ के जाने के बाद मैं कन्विंस हो चुका कि परमात्मा ने मुझे भेजा है। ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली। ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലല്ല ഞാൻ ജനിച്ചത്. ദൈവികമായ ജന്മം കിട്ടിയ ഒരു വ്യക്തിയാണെന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു IIT ഡയറക്ടർ ഇത്ര മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. मुझे लगता है कि दुनिया में सबसे पहली प्लास्टिक सर्जरी शरीर मनुष्य का और माथा हाथी का, गणेश जी का निर्माण। हम गणेश जी की पूजा करते हैं, कोई तो प्लास्टिक सर्जन होगा उस जमाने में जिसने मनुष्य के शरीर पर हाथी का सर रख करके प्लास्टिक सर्जरी की प्रारंभ किया होगा। രാജ്യത്തൊട്ടാകെ അന്ധവിശ്വാസങ്ങൾ പടരുകയാണ്. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രീയമായ ബോധവൽക്കരണ പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നേരിടാൻ സാധിക്കൂ. എന്നാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം ഇന്ന് തഴച്ചു വളരുന്നത് സംഘപരിവാറിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ്. കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തഴച്ചു വളരുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ സംഘപരിവാറിന് വളരാൻ സാധിക്കൂ.
ഭ്രാന്താലയമായിരുന്ന കേരളം ഒരു പുതിയ കേരളമായതിൻ്റെ പുറകിൽ പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമുണ്ട്. അങ്ങനെയാണ് കൂരിരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കേരളം കടന്നു വന്നത്. മനുഷ്യനായി എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള വലിയ സമരങ്ങളൊക്കെ നടന്നത്. ഇപ്പോഴാ വീണ്ടും നമ്മുടെ ഈ കേരളത്തെ പഴയ ഇരുണ്ട അതേ ഭ്രാന്താലയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തിരികെ കൊണ്ടുവന്ന് ഈ നവകേരളത്തെ ഭ്രാന്താലയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് വർഗീയ ശക്തികൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് അറിയേണ്ടതുണ്ട്, ഒരാളെങ്ങനെ മരിച്ചു എന്നുള്ളത് അറിയേണ്ടതുണ്ടല്ലോ, ഒരാളെങ്ങനെ ജീവിച്ചു എന്ന് അറിയേണ്ടതുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഒരാളെങ്ങനെ മരിച്ചു എന്ന് അറിയേണ്ടത്. ഇത് ആരെയും കാണിക്കാതെ പരമരഹസ്യമായിട്ട് മറവുകയായിരുന്നല്ലോ. എന്തായാലും അക്കാര്യത്തിൽ കോടതി എടുത്ത നിലപാട് വളരെ ധീരമായ നിലപാടാണ്. എതിർക്കാൻ ആളുകളുണ്ടായിരുന്നു, അതാണ് അത്ഭുതം. ഹിന്ദു തീവ്രവാദി സംഘടനകൾ ആ സമാധി മണ്ഡപം അവർ വിളിക്കുന്ന കല്ലറ പൊളിക്കരുതെന്ന് പറയുകയാണ്. നിങ്ങളെല്ലാം പഠിച്ചിട്ടില്ല. ആദ്യം മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലുണ്ടാക്കുന്നത്. കോടതി ധീരമായ നിലപാട് എടുത്തതുകൊണ്ട് അത് പൊളിക്കാനും അദ്ദേഹത്തിന്റെ മരണ കാരണം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടത്തേക്ക് പുതിയ പ്രവാഹങ്ങൾ ഉണ്ടാവുകയാണ്. മരണത്തെ സംബന്ധിച്ചിട്ട് മരിച്ചതോടുകൂടി അവസാനിച്ചു. അതൊരു മരം വെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ മരം പിന്നെ ആ മരത്തിൻ്റെ തടി നമുക്ക് ഉപയോഗപ്പെടുമെന്നുള്ളതല്ലാതെ മരത്തിന് പിന്നെ ജീവിച്ചിരിക്കുന്നതായിട്ടില്ല. പക്ഷേ മരത്തിൻ്റെ തണലും മരം നൽകിയ സംരക്ഷണമൊക്കെ സമൂഹത്തിൽ ബന്ധപ്പെട്ട സമൂഹത്തിൽ വ്യക്തികളിലും അത് നിലനിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ജന്തുജാലങ്ങളുടെ എല്ലാ അവസ്ഥ. ജന്തുക്കളായാലും മനുഷ്യരായാലും മറ്റ് മൃഗങ്ങളായാലും എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. അല്ലാതെ നമുക്കൊരുപാട് ഇമാജിനേഷൻസ് നടത്താം. ഇമാജിനേഷൻസ് നടത്തിക്കൊണ്ട് നമ്മൾ വളരെ കൂടുതലായിട്ട് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തും കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം മിത്തും വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒന്നായിട്ട് മാത്രമേ ശാസ്ത്ര സമൂഹത്തിന് കാണാൻ കഴിയൂ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മരണാനന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണം അത് പ്രണയത്തിലൂടെ സംഭവിച്ചൊരു മരണമാണ്. എന്താണ് ആ പെൺകുട്ടി ഗ്രീഷ്മ, അവളെ ജാതകം നോക്കിയപ്പോൾ എന്താണ് അവിടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജാതകത്തിൽ കണ്ടു. ആ ജാതകദോഷം പരിഹരിക്കാൻ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പ്രണയത്തിൽ കൊടുക്കുകയും ഈ കുട്ടിയുടെ ബന്ധുക്കളുടെ സഹായത്തോടു കൂടി ആ ചെറുപ്പക്കാരനെ കൊല ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇതൊക്കെ എന്താണ് ഏറ്റവും യുക്തിരഹിതമായ വിശ്വാസത്തിൻ്റെയും ഈ ജാതകഫലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കും രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിമിനൽ നിയമങ്ങൾക്കും വിരുദ്ധമായ കുറ്റകൃത്യങ്ങളായി മാറുന്നു, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് മാറുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഷാരോൺ വധക്കേസിൽ
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയെ ആ കൊടും കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലൊരു അന്ധവിശ്വാസമുണ്ട്. ആ അന്ധവിശ്വാസം ആ കുട്ടിയുടെ ആദ്യത്തെ ഭർത്താവ് മരണപ്പെടും എന്ന അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസങ്ങൾ കേരളത്തെ സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ മാറ്റാൻ ശ്രമിച്ചതാണ്. നിയമം വഴി മാത്രം നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. സമൂഹത്തെ വലിയ തോതിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടികളെയും കുടുംബങ്ങളെയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള നല്ല രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. കുട്ടികൾക്ക് പിന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പരീക്ഷയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ പേന പൂജിച്ച പേന കൊണ്ടുവന്ന് പേരൻസ് കുട്ടിക്ക് കൊടുക്കുന്നു. കൂൾ ഓഫ് ടൈമിൽ മനസ്സ് ശാന്തമായിരിക്കുന്നതിന് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങൾ നോക്കി ചിട്ടപ്പെടുത്തി ഏറ്റവും എളുപ്പമുള്ളവ അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുള്ളവ എന്നൊക്കെ വേർതിരിച്ച് ആദ്യത്തെ ചോദ്യങ്ങൾ അങ്ങനെ എഴുതി പ്ലാൻ ചെയ്യാനൊക്കെയുള്ള കൂൾ ഓഫ് ടൈമിൽ കുട്ടികൾ പിന്നെ ചാൻഡിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് കൂൾ ഓഫ് ടൈം ചിലവഴിക്കുന്ന ഒരു പ്രവണത സ്കൂളുകളിൽ കുറച്ച് നാളായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയമായിട്ട് കൂൾ ഓഫ് ടൈമിന് ഉപയോഗിക്കുന്ന ഒരു പ്രവണത സ്കൂളുകളിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതും പിന്നെ ബോധവൽക്കരണം വഴി നമുക്ക് സ്കൂളുകളിൽ കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സമൂഹത്തെ കുടുംബത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് അന്ധവിശ്വാസത്തിനെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ്. ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ, ഓം നമോ നമഃ ശിവായ. ഇന്ത്യയുടെ തലവർ ആശാറാം ബാപ്പു, അദ്ദേഹം വലിയ ഒരു സന്യാസി, ആൾദൈവമായി ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്താണ്? തുടർച്ചയായ പെൺഹത്യകളാണ്. പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുക, ബലാത്സംഗം ചെയ്യുക. ഇത് ഒരു ദൈവാരാധനയുടെ ഭാഗമായ ഒരു അനുഷ്ഠാനം പോലെ പെൺകുട്ടികളെ ഭോഗിക്കുന്നത് ശീലമാക്കിയ ആളാണ് ആശാറാം ബാപ്പു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റാം സിംഗ് അദ്ദേഹത്തിൻ്റെ ഈ കരിസ്മ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മുഴുവൻ സംഘടിപ്പിക്കുകയും വലിയ രീതിയിലുള്ള ഭോഗാസക്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭക്തകളായ സ്ത്രീകളെ മാറ്റുകയോ അദ്ദേഹത്തിൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്ത